ഞാൻ തൊഴിലെടുത്ത് റോയൽ കസ്റ്റമർ മോട്ടോഴ്സ് കാവന്നൂർ. ഇന്ന് ഞങ്ങൾ കാണിക്കുന്നത് സാധാരണ ഇതിൽ നമ്മൾ വണ്ടിക്ക് പുക വരാനുള്ള, അതായത് സ്മോക്ക് വരാനുള്ള കാരണങ്ങളാണ്. അപ്പൊ നമ്മൾ ഈ വണ്ടി വന്നത് കംപ്ലൈന്റ് ആയിട്ട് വന്ന് ടാപ്പറ്റ് നോയ്സ് ആയിട്ടായിരുന്നു. നല്ല ഹൈലി ടാപ്പറ്റ് നോയ്സ് ആയിരുന്നു. അപ്പൊ നോക്കുന്ന സമയത്ത് ഓയിൽ കുറഞ്ഞു പോയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഓയില് ഒഴിച്ചു, രണ്ടാമത് ഓയിൽ ഒഴിച്ച് ഓയിലൊക്കെ ചേഞ്ച് ചെയ്ത് ഓയിൽ ഫിൽറ്റർ സൈലറൊക്കെ ക്ലീൻ ചെയ്ത് വെച്ചപ്പോൾ ഹൈഡ്രോളിക് ടാപ്പറ്റ് നോയ്സ് പോയി, അത് ക്ലിയർ ആയിട്ടുണ്ട്. പക്ഷെ നോക്കുക പിന്നീടുള്ള വിഷയം എന്ന് പറഞ്ഞാൽ വണ്ടി സ്റ്റാർട്ട് ചെയ്ത ഉടനെ തന്നെ വല്ലാതെ സ്മോക്ക് വരാൻ തുടങ്ങി. അപ്പൊ സ്റ്റാർട്ട് ചെയ്ത ഉടനെ വളരെ ഹൈലി സ്മോക്ക് വരാനുള്ള ഏറ്റവും വലിയ കാരണം, ഏറ്റവും പ്രധാനപ്പെട്ട കാരണം നിങ്ങളെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി തരാനാണ്. അപ്പൊ ഇത് റോയൽ എൻഫീൽഡ് മെക്കാനിക്സിനാണെങ്കിലും ഇപ്പൊ നമ്മൾ സ്വന്തമായിട്ട് ബുള്ളറ്റ് ഉപയോഗിക്കുന്ന ആളുകളാണെങ്കിലും കൂടെ നമുക്കൊരു അവയർനെസ് ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ്. അറിയുന്നവരായിരിക്കും, എന്നാൽ അറിയാത്തവരിലേക്കായിട്ടാണ് ആ വീഡിയോ ഷെയർ ചെയ്യുന്നത്. അപ്പൊ എന്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഒന്ന് ലൈക്ക് ചെയ്യുക കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രമേ ഒന്ന് ചാനൽ ഒന്ന് ലൈക്ക് ചെയ്യുക. അപ്പൊ ഞാനത് കാണിച്ചു തരാൻ പോകുന്നത് ഇതാണ്. ഇതിന്റെ സൈലൻസർ ഉണ്ടായിരുന്നേ. സൈലൻസറിൽ ഓയിലിന്റെ ഇതൊന്നുമില്ല, സ്മോക്ക് കരി തന്നെ ഉള്ളൂ. ഒരു പേസ്റ്റി രൂപത്തിലൊന്നും അല്ല. അപ്പൊ ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതിന്റെ ഒന്നുകിൽ പിസ്റ്റൺ റിങ്സ് പോയതാണ്, അതല്ല എങ്കിൽ ഇൻലെറ്റ് വാൽവൽസിൽ പോയതാണ്. ഇൻലെറ്റ് വാൽവൽസിൽ അല്ലെങ്കിൽ പിസ്റ്റന്റെ റിങ്സ് വീക്കായാലും ഈ രണ്ട് കൈ കൊണ്ടാണ് ഇങ്ങനെ കരിയായിട്ട് വരിക. എക്സോസ്റ്റ് വാൽവൽസിലാണ് പോയതെങ്കിൽ ഇതിലൊക്കെ ഓയിൽ ഉണ്ടാവും കേട്ടോ. സൈലൻസർ പെട്ടെന്ന് മനസ്സിലാകാം, നമ്മൾ കൈ ഇട്ട് കഴിഞ്ഞാൽ ഓയിലിന് നല്ല പേസ്റ്റ് രൂപത്തിൽ വരികയാണ്. എക്സോസ്റ്റ് വാൽവൽസിൽ പോയിട്ടുണ്ട്. കാണിച്ചു തരാം. ഇതാണ് ഇൻലെറ്റ് വരിക, ഇതാണ് എക്സോസ്റ്റ് വരിക. അപ്പൊ പെട്ടെന്ന് മനസ്സിലാക്കാനുള്ള രീതിയാണ് പറഞ്ഞിരുന്നത്. ഇത് കണ്ടില്ലേ, ഇത് കംപ്ലീറ്റ് ഓയിൽ വെറ്റായി കിടക്കുകയാണ്, കംപ്ലീറ്റ് ഓയിലാണ്. പക്ഷെ എക്സോസ്റ്റ് വാൽവ് മാത്രം ഡ്രൈ ആണ്. അതായത് എക്സോസ്റ്റ് വാൽവ് ഡ്രൈ ആണ്, ഇൻലെറ്റ് വാൽവ് ഫുള്ള് വെറ്റാണ്. അതായത് ഓയിൽ കുളിച്ച് കിടക്കുക. അപ്പൊ ഇൻലെറ്റ് വാൽവ് ഓയിൽ സീലാണ് ഇതിന്റെ കംപ്ലൈന്റ് ആയിട്ടുള്ളത്. അപ്പൊ സാധാരണ ഇതിൽ പിന്നെ ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ പെട്ടെന്ന് സ്മോക്ക് വരും. വണ്ടി സ്റ്റാർട്ട് ചെയ്തോടെ തന്നെ സ്മോക്ക് വരും. ഇപ്പൊ പിസ്റ്റൺ റിങ്സ് ഒക്കെ പോയതാണ്, കുറച്ചൊന്ന് റേസ് ആക്കി കഴിയുമ്പോൾ റേസ് ആകുന്ന അനുസരിച്ചാണ് സ്മോക്ക് വരിക. പക്ഷെ ഇത് അങ്ങനെയല്ല, വണ്ടി സ്റ്റാർട്ട് ചെയ്ത ഉടനെ തന്നെ നല്ല ഹൈലി സ്മോക്ക് വരും. കാരണം ഇത് ഓയിൽ നല്ല രീതിയിൽ റോക്കറിനുള്ള ഈ ഭാഗത്തുനിന്നുള്ള ഓയിൽ നല്ല രീതിയിൽ വാൽവിലൂടെ ഔട്ട് വന്ന് കത്തിപ്പോവാണ് ചെയ്യുന്നത്. പക്ഷെ നമ്മൾ എക്സോസ്റ്റ് വാൽവൽസിലാണ് പോയതെങ്കിൽ നമുക്ക് ഇവിടെ കത്താനുള്ള സമയം കിട്ടില്ല. എക്സോസ്റ്റ് കംപ്രഷന്റെ കൂടെ തന്നെ പിന്നെ ശരിക്കും സിലിണ്ടറിലേക്ക് പിന്നെ ഓയിൽ വരാനുള്ള സാധ്യത വളരെ കുറവാണ്. ആ ഒലിക്കുന്ന ഓയിൽ കംപ്ലീറ്റ് സൈലൻസറിലൂടെ ഔട്ട് അടിക്കും. കംപ്രഷൻ സമയത്ത് ഔട്ട് ചെയ്യുന്ന സമയത്ത്, കംപ്രഷൻ ഔട്ട് ചെയ്യുന്ന സമയത്ത് ഇതിലൂടെ കറക്റ്റ് ഔട്ട് അടിക്കും ആ ഓയിൽ സീല്, ഇതിലേക്ക് വരില്ല. അപ്പൊ ഇങ്ങനെയുള്ള സാഹചര്യം നമ്മൾ വണ്ടി ഇൻഡസ്ട്രിയിൽ കൊണ്ടുപോകേണ്ട കാര്യമൊന്നുമില്ല കേട്ടോ. അതായത് ഇൻഡസ്ട്രിയൽ വർക്കിന്റെ കാര്യമൊന്നുമില്ല. നമ്മൾ ജസ്റ്റ് വാൽവ് ഒന്ന് അയച്ചെടുക്കുക, വാൽവിന് സ്പ്രിങ് റിലീസ് ആക്കിയിട്ട് രണ്ട് സീലും അടിച്ചു കൊടുത്താൽ മതി. വാൽവിന്റെ വല്ലാതെ ഷെയ്ക്ക് ഉണ്ടെങ്കിൽ മാത്രം നമ്മൾ വാൽവ് ഗൈഡ് അടിക്കാൻ കൊടുക്കാവൂ. കാരണം വാൽവിന് ചെറിയൊരു എക്സ്പാൻഷൻ ഗ്യാപ്പ് വേണം. പല ഇൻഡസ്ട്രികളും ചെയ്യുന്ന ഒരു അറിവില്ലായ്മ കൊണ്ട് വാൽവ് കംപ്ലീറ്റ് ടൈറ്റ് ആക്കി വിടുക. വാൽവ് ഒരു രീതിയിലും ഷെയ്ക്കില്ല രീതിയിലാക്കി വിടുക. എന്നാൽ എക്സ്പാൻഡ് ചെയ്യാനുള്ള, അതായത് വാൽവ് ചൂടായിട്ട് എക്സ്പാൻഡ് ചെയ്യാനുള്ള ഗ്യാപ്പ് കൊടുക്കാതെ വാൽവ് അടിച്ച് ഗൈഡ് അടിക്കുന്ന ആളുകളുണ്ട്. അപ്പൊ അതുകൊണ്ട് അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. ചെറിയ രീതിയിലുള്ള ഷെയ്ക്കൊന്നും ഇതിന് ബാധിക്കില്ല. ചെറിയ രീതിയിലുള്ള ഷെയ്ക്ക് എന്ന ഹീറ്റായി കഴിഞ്ഞാൽ അത് ലോഡായി ടൈറ്റായി കിടക്കും. അതാണ് ഇതിന് നിങ്ങൾ ഒരിക്കലും ഒരു ഇൻഡസ്ട്രിയലിന്റെ സഹായത്തിന്റെ ആവശ്യമില്ല. ഈ സ്പ്രിങ് അയച്ച് ഒഴിവാക്കിയതിന് ശേഷം വാൽവ് രണ്ട് സീലങ്ങ് ടൈറ്റ് ചെയ്ത് കൊടുക്കാമെന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ അത് വേണമെങ്കിൽ അടുത്ത വീഡിയോയിൽ അപ്ലോഡ് ചെയ്തേനെ വാൽവ് സീൽ എങ്ങനെ നമുക്ക് സ്വന്തമായിട്ട് ചെയ്യാന്നുള്ളത്. അപ്പോൾ വേണ്ടവർ അങ്ങനെയുള്ള വീഡിയോസ് വേണ്ടവരൊന്ന് കമന്റ് ചെയ്യുക കേട്ടോ. അപ്പൊ ഇതിൽ മനസ്സിലാക്കാനുള്ള കാര്യങ്ങൾ പ്രത്യേകിച്ച് പറഞ്ഞു. ഏത് വാൽവാണ് നമുക്ക് ഡ്രൈ ആയി കിടക്കുന്നത് അതിന്റെ സീല് പോയിട്ടുണ്ടാവില്ല. അത് മാറ്റുമ്പോൾ രണ്ടും ഒന്നിച്ച് മാറ്റണം, അതല്ല മാറ്റുന്നതാണ് നല്ലത്. ഒന്നായിട്ട് മാറ്റാൻ നിൽക്കരുത്, സെറ്റായിട്ട് വരുള്ളൂ. പക്ഷെ നമുക്ക് ഈ കംപ്ലൈന്റ് ഷൂട്ട് ഔട്ട് ചെയ്യാനുള്ള ഏറ്റവും നല്ല മാർഗം ഇത് വാൽവ് ഓയിൽ സീലാണ് പോയതെന്നുള്ള ഷൂട്ട് ഔട്ട് ചെയ്യാനുള്ള മാർഗ്ഗമാണ് ഇതിങ്ങനെ വെറ്റായി കിടക്കാന്നുള്ളത്. വാൽവിന്റെ ചുറ്റും നല്ല രീതിയിൽ ഓയിൽ കാണും, അതേപോലെ വാൽവ് ഇങ്ങനെ വെറ്റായി കിടക്കുകയും ചെയ്യും. അപ്പൊ ഇതാണ് ഇതിന്റെ ഏറ്റവും ലക്ഷണം. അപ്പോൾ അതിന്റെ പിസ്റ്റൺ റിങ്സിന്റെ മുകളിൽ പോകേണ്ട കാര്യമല്ല. അപ്പൊ ഇതായിരിക്കും കൂടുതലായിട്ടും വരിക. മറ്റേ നമ്മൾ ചൂട് റൈസ് ആക്കുന്നതിനനുസരിച്ച് രീതിയിൽ പുക വരുള്ളൂ. പിസ്റ്റൺ റിങ്സ് വല്ലാതെ പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഏതായാലും ഹെഡ് അയച്ചാൽ പിസ്റ്റൺ താത്തി കഴിഞ്ഞാൽ അറിയാൻ പറ്റുമല്ലോ പിസ്റ്റൺ റിങ്സ് പോയിട്ടുണ്ടോ അല്ലെങ്കിൽ പിന്നെ സ്ക്രാച്ച് ഉണ്ടോന്ന് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റുമല്ലോ. ഈ ഹെഡ് അയച്ച് കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ അതിന് കംപ്ലൈൻസ് നമുക്ക് പുറത്തുനിന്ന് ഷൂട്ട് ഔട്ട് ചെയ്യാവുന്നുള്ളൂ. എന്താണ് പ്രശ്നം എന്നുള്ളത് കസ്റ്റമറോട് ശരിക്കും പറഞ്ഞു കൊടുത്ത് മനസ്സിലാക്കാവുന്നുള്ളൂ. പക്ഷെ ഇങ്ങനെയൊക്കെ ആയ സമയത്ത് ഇങ്ങനെയൊക്കെയാണ് നമ്മൾ വണ്ടി ഓടുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഈ കാർ പിന്നെ കാറ്റലിക് കൺവെർട്ടർ ക്ലീൻ ചെയ്ത് കൊടുക്കുക. ഡീസൽ ഒഴിച്ചിട്ട് പെട്രോൾ ഒഴിച്ച് ശരിക്കും ക്ലീൻ ചെയ്ത് കൊടുക്കുന്നത് ബ്ലോക്ക് ആയിരിക്കും.
ബ്ലോക്ക് നല്ല ഹാഫ്ലി ക്ലോക്ക് ആയിരിക്കും എന്തായാലും. വണ്ടിയുടെ പെർഫോമൻസ് പിന്നെ കിട്ടില്ല. വണ്ടിക്ക് ഒരു പിക്കപ്പ് കുറവായിട്ടും വണ്ടി പെട്ടെന്ന് ഒരു 5ാമത്തെ ഗിയറിലൊക്കെ ഒരു 60-ലൊക്കെ പോയി കഴിഞ്ഞാൽ ഇടിക്കുന്ന ഒരു സ്വഭാവം വരും. അപ്പൊ അതുകൊണ്ട് നല്ലോണം ശ്രദ്ധിക്കുക. ഈ ഒരു കാറ്റലിക് കൺവെർട്ടർ കൂടി ശരിക്കും ക്ലീൻ ചെയ്ത് കൊടുക്കുക. ഇങ്ങനെയൊക്കെ നല്ല സ്മോക്ക് ആയി ശ്രദ്ധിക്കുക. ഉള്ളിലൊക്കെ ബ്ലോക്ക് ആയിരിക്കും. അപ്പൊ അതും കൂടെ ചെയ്ത് കൊടുക്കുക വർക്ക് എടുക്കുന്ന സമയത്ത്. അപ്പൊ അടുത്തൊരു വീഡിയോ വേണം കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.